വൈ യു ആർ ലോഫിങ്? ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്? വളരെ പരിഹാസഭാവത്തോടുകൂടി അദ്ദേഹം മറുപടി നൽകുകയാണ്, ദേ ആർ നോട്ട് കോമ്പറ്റീസ് ടു മീ. ഹാവ് യു സീൻ ദെയർ വെഹിക്കിൾ? നിങ്ങൾ ഇവരുടെ വെഹിക്കിൾസ് ആദ്യം കണ്ടിട്ടുണ്ടോ? സാങ്കേതിക വിദ്യയിലും ഭംഗിയുടെ കേസിലൊക്കെ വളരെ മോശപ്പെട്ട വെഹിക്കിളാണ്. ചൈനയിൽ വെച്ച് തന്നെ ഇല്ലാതായി പോകാതിരിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് എന്നൊക്കെ വളരെ പുച്ഛഭാവത്തോടുകൂടെ 2011 എലോൺ മാസ്ക് ഒരു അഭിമുഖത്തിൽ പറയുന്ന മറുപടികളാണിവ. എന്നാൽ BYD എന്നുള്ള ഈ ചൈനീസ് കമ്പനിയുടെ പേര് ഇന്ന് എലോൺ മാസ്ക് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ പരിഹാസച്ചിരി തിരികെ വരില്ല. ചൈനയിൽ തന്നെ ഇല്ലാണ്ടാകുമെന്ന് മാസ്ക് പ്രവചിച്ച ഈ കമ്പനി ചൈനയും ഏഷ്യയും കടന്ന് അവർ വളർന്നു. എതിരാളികളില്ലാതെ വളർന്നു പന്തലിച്ച എലോൺ മാസ്കിന്റെ ടെസ്ലയെ തോൽപ്പിച്ച് ഇന്ന് 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഇന്ന് ടെസ്ല വിൽക്കുന്നതിലും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്നത് BYD ആണ്. അവസാനം തൻ്റെ ആ പഴയ ഇൻ്റർവ്യൂ വീഡിയോ റീട്വീറ്റ് ചെയ്തുകൊണ്ട് തന്നെ എലോൺ മാസ്കിന് പറയേണ്ടി വന്നു, ഞാൻ പറഞ്ഞത്ര മോശമല്ല അവരുടെ കാറുകൾ. 1995 കെമിസ്റ്റ് ആയിരുന്ന വാൻ ഷുവാൻഫു എന്ന വ്യക്തി ചൈനയുടെ ടെക് ഹബ് എന്നറിയപ്പെടുന്ന ഷെൻഷെൻ നഗരത്തിലാണ് BYD സ്ഥാപിക്കുന്നത്. ചൈനയിലെ വുഹായി എന്ന ഗ്രാമത്തിൽ 1966 വാൻ ഷുവാൻഫു ജനിക്കുന്നത്. പരിമിതമായ സാഹചര്യങ്ങളിലേറെ കഷ്ടപ്പെട്ട് നേടിയ ശാസ്ത്ര വിദ്യാഭ്യാസം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈമുതൽ. വാങ്ങിനെ എന്നും ആവേശം കൊള്ളിച്ചിരുന്നത് സാങ്കേതിക വിദ്യയായിരുന്നു. മൊബൈൽ ഫോണുകളാണ് ലോകത്തിൻ്റെ ഭാവി എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മൊബൈൽ ബാറ്ററികളുടെ നിർമ്മാണ കമ്പനിയായാണ് BYDയെ സ്ഥാപിക്കുന്നത്. 20 ജീവനക്കാരും $3.5 ലക്ഷം കമ്പനിയുടെ മൂലധനം. 1996 കമ്പനി മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള ലിഥിയം അയൺ ബാറ്ററികളുടെ ഉൽപ്പാദനം ആരംഭിച്ചു. മൊബൈൽ ഫോൺ രംഗത്ത് പെട്ടെന്നുണ്ടായ വിസ്ഫോടനപരമായ വളർച്ച കമ്പനിയെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. 2000-ലും 2002-ലും അക്കാലത്തെ മുൻനിര മൊബൈൽ കമ്പനികളായിരുന്ന നോക്കിയക്കും മോട്ടോറോളക്കും ബാറ്ററികൾ നിർമ്മിച്ചു നൽകിയിരുന്നത് BYD ആയിരുന്നു. 2002-ൽ കമ്പനിയാകട്ടെ ഹോങ്കോങ് എക്സ്ചേഞ്ചിൽ ലീസ്റ്റ് ചെയ്തു. പിന്നീട് ക്യൂൻഷുവാൻ എന്ന ഓട്ടോമൊബൈൽ കാർ കമ്പനി ഏറ്റെടുത്ത് 2003-ൽ മാത്രമാണ് BYDയുടെ വാഹന നിർമ്മാണ രംഗത്തെ ജൈത്രയാത്രയുടെ തുടക്കം. 2 വർഷങ്ങൾക്ക് ശേഷം കമ്പനിയുടെ ആദ്യ കാറായ F3 വിപണിയിൽ ഇറങ്ങി. 2008-ൽ ഇറങ്ങിയ F3 DM ആണ് കമ്പനിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനം. അതൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് കാറാണ്. അപ്പോഴേക്കും ഈ ചൈനീസ് കാർ കമ്പനി ലോക വിപണിയിൽ തന്നെ തങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഇതിൻ്റെ പ്രതിഫലനം എന്നോണം ആ വർഷം തന്നെ അമേരിക്കൻ ശതകോടീശ്വരനായ ബാരൻ ബഫറ്റിൻ്റെ കമ്പനി BYDയിൽ $230 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ചൈനീസ് കമ്പനിയിൽ നിന്ന് ആഗോള കമ്പനിയിലേക്കുള്ള BYDയുടെ ജൈത്രയാത്രയുടെ തുടക്കം അവിടെ ആരംഭിച്ചു. ഇലക്ട്രിക് കാറുകളുടെ വിപണിയിൽ സ്വയം അടയാളപ്പെടുത്തിയെങ്കിലും ടെസ്ലയിൽ നിന്നും മറ്റു പരമ്പരാഗത കമ്പനികളിൽ നിന്നുമെല്ലാം വലിയ മത്സരം BYDക്ക് നേരിടേണ്ടി വന്നു. 2020-ലായിരുന്നു കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വർഷം. BYDയുടെ എല്ലാ വിജയങ്ങളുടെയും അടിത്തറയായി മാറിയ ആ അത്ഭുത ബാറ്ററി അവർ വിപണിയിൽ അവതരിപ്പിച്ചത്. BYD's ബ്ലൈഡ് ബാറ്ററി ടെക്നോളജി. എന്താണ് BYDയുടെ ബ്ലൈഡ് ബാറ്ററി ടെക്നോളജി? ഒരു LFP അഥവാ ലിഥിയം അയൺ ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ബ്ലൈഡ് ബാറ്ററി. ഭാരം കൂടുതൽ, റേഞ്ച് കുറവ് എന്ന കാരണങ്ങളാൽ പ്രായോഗികമല്ലെന്ന് വിധിയെഴുതി പല ബാറ്ററി നിർമ്മാതാക്കളും LFP ബാറ്ററികൾ ഉപേക്ഷിക്കുന്ന കാലമായിരുന്നു അത്. എന്നാൽ ബ്ലൈഡ് LFP ബാറ്ററികൾ ചരിത്രം തിരുത്തിയെഴുതി. മികച്ച റേഞ്ചും പരമാവധി സുരക്ഷയുമായിരുന്നു ബ്ലൈഡ് ബാറ്ററികളുടെ സവിശേഷത. സാധാരണ ഉണ്ടായിരുന്ന ലിഥിയം അയൺ ബാറ്ററികൾ പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നത് അന്ന് പതിവായിരുന്നു. എന്നാൽ നെയിൽ പെനിട്രേഷൻ ടെസ്റ്റിൽ പോലും, അതായത് ബാറ്ററിയിലേക്ക് ആണി അടിച്ച് കയറ്റിയുള്ള ടെസ്റ്റ് ഉൾപ്പെടെ മികച്ച വിജയം നേടി ബ്ലൈഡ് ബാറ്ററികൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. മൊഡ്യൂളുകൾ ആവശ്യമില്ലാത്ത സെൽ ടു പാക്ക് ഡിസൈനുകൾ, യൂണിറ്റ് വോള്യത്തിന് മികച്ച എനർജി ഡെൻസിറ്റിയും പ്രദാനം ചെയ്തു. ഇതോടെ വലുപ്പമോ ഭാരം കൂടുതലോ കൂടാതെ EVക്ക് വലിയ റേഞ്ച് ലഭിക്കാൻ തുടങ്ങി. മറ്റു ബാറ്ററികളേക്കാൾ കൂടുതൽ ലൈഫ് സ്പാനും ലഭിക്കുമെന്ന് തെളിഞ്ഞതോടുകൂടെ ബ്ലൈഡ് ബാറ്ററികൾ ഗെയിം ചേഞ്ചറായി മാറി. ഇത് ബാറ്ററി ടെക്നോളജി ഉപയോഗിച്ച് 2020-ൽ BYD ഹാൻ എന്നൊരു സ്പോർട്ടി സെഡാൻ EV കമ്പനി പുറത്തിറക്കി. ടെസ്ലയുടെ ഐക്കോണിക് കാറായ മോഡൽ 3ക്ക് വേണ്ടിയുള്ള പണിയായിരുന്നു ഹാൻ.
കാർ പുറത്തിറങ്ങിയപ്പോൾ കമ്പനി അവകാശപ്പെട്ടതിലും അധികമായിരുന്നു ഹാൻ നൽകിയ എനർജി ഡെൻസിറ്റി. ഇതോടെ ആഗോള ഇലക്ട്രിക് കാർ വിപണിയിലെ സമവാക്യങ്ങൾ തന്നെ മാറിമറിഞ്ഞു. 2020 1,30,970 കാറുകളാണ് BYD വിറ്റൊഴിച്ചത്. 2011 എലോൺ മാസ്ക് പരിഹാസം ചൊരിഞ്ഞ് വെറും 12 വർഷങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ലോകത്തെ 1-ാം നമ്പർ ഇലക്ട്രിക് കാർ കമ്പനിയായി മാറിയിരിക്കുകയാണ് BYD. അതായത് 2023 4,84,507 വാഹനങ്ങൾ ടെസ്ല വിറ്റപ്പോൾ 5,26,409 വാഹനങ്ങൾ വിറ്റ് BYD പുതിയ ചരിത്രം കുറിച്ചു. വർഷങ്ങളുടെ ഗവേഷണ ഫലമായി അഭിമാന മോഡലായ സൈബർ ട്രക്ക് ഉൾപ്പെടെ വിപണിയിൽ എത്തിച്ച വർഷം തന്നെയാണ് ടെസ്ലയ്ക്ക് 1-ാം സ്ഥാനം നഷ്ടപ്പെട്ടത് എന്നോർക്കണം. ഇതിനിടയിൽ എലോൺ മാസ്കിൻ്റെ രാഷ്ട്രീയ ഇടപെടൽ അമേരിക്കയിൽ 16% ടെസ്ലയുടെ സെയിൽസിൽ ഇടിവിനു സാഹചര്യമൊരുക്കി. EV സബ്സിഡി എടുത്തു മാറ്റിയതോടുകൂടെ യൂറോപ്യൻ, ഫ്രാൻസ് രാജ്യങ്ങളിൽ ടെസ്ലയ്ക്ക് നേരിടേണ്ടി വന്നത് ഇതിലും വലിയ ഇടിവായിരുന്നു. ഏകദേശം 60% മുതൽ 65% വരെ. എന്നാൽ ഈ വർഷത്തെ BYDയുടെ പ്രഖ്യാപനം എല്ലാ ഉപഭോക്താക്കളെയും EVയിലോട്ട് ആകർഷിക്കുന്ന തരത്തിലായിരുന്നു. 1000 കിലോവാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന 10C ബ്ലൈഡ് ബാറ്ററി ടെക്നോളജി. വെറും 5 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 400 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പറ്റുന്ന ടെക്നോളജിയാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. വരും മാസങ്ങളിൽ ഇതിൻ്റെ ആദ്യപടി എന്നുള്ള തരത്തിൽ 4000 1 മെഗാവാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ് ആണ് ചൈനയിലുടനീളം BYD കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലാകട്ടെ നിലവിൽ BYD കാറുകൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും വലിയ ചലനമുണ്ടാക്കാനായിട്ടില്ല. 110% ഇറക്കുമതി തീരുവ കാരണം യഥാർത്ഥ വിലയേക്കാൾ ഇരട്ടി വിലയാണ് ഇന്ത്യയിൽ. എലോൺ മാസ്കിൻ്റെയും ട്രംപിൻ്റെയും മോഡിയുടെയും കൂടിക്കാഴ്ചയിൽ ട്രംപ് പറഞ്ഞു, ദിസ് ഈസ് നോട്ട് ഫെയർ. ഈ 110% തീരുവ വളരെ കൂടുതലാണ്. ഇന്ത്യൻ പ്രൊഡക്ട്സ് അവരുടെ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഇത്രയും തീരുവ അവർ ഈടാക്കുന്നില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു അവരുടെ വാദം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിദേശ കാറുകളായിട്ടുള്ള EV പ്രീമിയം കാർസിന് മോദി 110% തീരുവയിൽ നിന്നും 15% തീരുവയാക്കി മാറ്റി. ഇതിനോടൊപ്പം കുറച്ച് നിബന്ധനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 30 ലക്ഷത്തിലധികം വില വരുന്ന കാറുകളെയാണ് പ്രീമിയം സെഗ്മെൻറ്റ് EV ആയിട്ട് കണക്കാക്കുന്നത്. 8000 കാറുകളാണ് ഇന്ത്യയിലേക്ക് ഒരു വർഷം 15% തീരുവ നൽകി കൊണ്ടുവരാൻ പാടുള്ളതുള്ളൂ. 4150 കോടിയുടെ നിക്ഷേപവും ഇന്ത്യയിൽ നടത്തണം. എന്നാൽ ഇതുപോലെ വരുന്ന EV വിദേശ കമ്പനികൾ 2-ാം വർഷം 2500 കോടി ടേൺ ഓവറും 3-ാം വർഷം 5000 കോടി ടേൺ ഓവറും 4-ാം വർഷമാകട്ടെ 7000 കോടി ടേൺ ഓവറുമായി ഉയർത്തിയിരിക്കണം. 3 വർഷത്തിനുള്ളിൽ ഓപ്പറേഷണൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയോട് കൂടിയ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റെങ്കിലും കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കണം. ടെസ്ലയാകട്ടെ ഇന്ത്യയിൽ വാഹന നിർമ്മാണത്തിനായി നേരത്തെ കാത്തിരിപ്പിലായിരുന്നു. ഇപ്പോൾ ഈ അവസരത്തിൽ അവർ ഇന്ത്യയിലോട്ട് ഏകദേശം 15000 കോടിയുടെ നിക്ഷേപമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇന്ത്യയിൽ ഡീലർഷിപ്പ് തുടങ്ങാനുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു എന്നാണ്. മുംബൈയിൽ ബന്ദ കുർല കോംപ്ലക്സിൽ ഏതാണ്ട് 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഷോറൂമാണ് ആദ്യമായി ഇന്ത്യയിൽ വരാൻ പോകുന്നത്. 2ാമത്തെ ഷോറൂം വരുന്നത് ഡൽഹിയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ടെസ്ലയുടെ ഏറ്റവും വില കുറഞ്ഞ മോഡലായിട്ടുള്ള ടെസ്ല മോഡൽ Y, അതുപോലെ തന്നെ ടെസ്ല മോഡൽ 3 എന്നീ 2 മോഡലുകളാണ് നിലവിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ടെസ്ല ഉദ്ദേശിക്കുന്നത്. ടെസ്ല മോഡൽ Yൻ്റെ റേഞ്ച് കേട്ടാൽ തന്നെ നമ്മൾ നെട്ടിപ്പോവും. 719 കിലോമീറ്ററുള്ള ഒരു വേരിയൻറ്റും 662 കിലോമീറ്റർ റേഞ്ച് വരുന്ന മറ്റൊരു വേരിയൻറ്റുമാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഏകദേശം ഇതിൻ്റെ വില വരാൻ പോകുന്നത് 50 മുതൽ 60 ലക്ഷം രൂപ വരെയാണ്. BYD ഇന്ത്യയിൽ നിലവിലുണ്ടെങ്കിലും ഈ അവസരത്തിൽ അവരുടെ നില ഒന്നുകൂടെ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഏകദേശം 8600 കോടിയുടെ നിക്ഷേപമാണ് ഹൈദരാബാദിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ നിർമ്മാണ യൂണിറ്റ്, വർഷത്തിൽ 6 ലക്ഷം യൂണിറ്റ് ഉൽപ്പാദന ശേഷിയുള്ള യൂണിറ്റായിരിക്കും. 20 ജിഗാവാട്ടിൻ്റെ ബാറ്ററി വികസിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു നിർമ്മാണ യൂണിറ്റും ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെ EV മേഖലയിൽ വളരെ കോമ്പറ്റീഷൻ നടക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും പിറകിലല്ല നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകളും. നമ്മുടെ മഹീന്ദ്രയുടെയൊക്കെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടികളാണ് മഹീന്ദ്രയും ടാറ്റയും ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ ഇന്ത്യൻ കമ്പനികളെയും ഒന്നുകൂടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം. കാരണം ഇന്ത്യയിലുള്ള ക്യാഷ് ഫ്ലോ കൂടണമെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡുകളെ തന്നെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്. I don't ever slow up, no I don't take shit, I got no love